ഇലക്ട്രോണിക്സാണ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. അത്രയും മാത്രം ഇലക്ട്രോണിക്സാണ് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടേ 5th ഗിയറിലാണ് 6th എന്നിട്ട് ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്യാൻ ത്രോട്ടിൽ ക്ലോസ് വെച്ച് 5 4 3 2 ഈ ബട്ടൺ ഇതൊക്കെ 64 ടാപ്പ് 64 ലോക്ക്ഡൗൺ. ഇനി എനിക്ക് കഥ പറഞ്ഞുകൊണ്ട് പോവാം. ഇതൊക്കെ ഹൈവേസ് എക്സ്പ്രസ് വേസിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ടൂറിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് സെറ്റ് ഓഫ് ഫീച്ചറാണ് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ ഉണ്ട്, ഡുക്കാട്ടി ഡെസേർട്ട് എക്സ്. ഒരു ബ്യൂട്ടിഫുൾ റെട്രോ ഡക്കാ തീം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓ എന്ത് ബ്യൂട്ടിഫുൾ റൗണ്ട് LED ഹെഡ് ലാമ്പാണ് കൊടുത്തത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സാണ് കൊടുത്തത്. LED DRS ചുറ്റും കണ്ടില്ലേ, ഒരു ക്യൂട്ട് ലുക്ക് അല്ലേ. ആ ടോൾ വിൻസ്ക്രീൻ കൊടുത്ത് കണ്ടില്ലേ. വിൻഡ് പ്രൊട്ടക്ഷൻ, ഹൈവേ ടൂറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ടോൾ വൈസറും കൊടുത്ത്. അഡ്ജസ്റ്റബിൾ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര റെട്രോ ലുക്കിംഗ് അല്ലേ. സെറ്റപ്പ് ഉള്ള അല്ലേ. ഓഫാക്കി വെക്കാം. ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ വലിയ 46 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തത്. അതിൻ്റെ ട്രാവൽ നോക്ക്, 230 mm ട്രാവൽ കൊടുത്തത്. എൻഡ്യൂറോ R അല്ലെങ്കിൽ പുറത്തുള്ള അഡ്വഞ്ചർ 390S ഇല്ലേ, അതിൻ്റെ ട്രാവലാണ് കൊടുത്തത്. 230 mm ട്രാവലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് റോട്ടർ നോക്ക്, 320 mm ഡിസ്ക് റോട്ടർ കൊടുത്തത്. ട്യൂബ്ലെസ് സ്പോക്ക് വീൽസാണ് കൊടുത്തത്. ഫ്രണ്ട് 21 inch ട്യൂബ്ലെസ് സ്പോക്ക് വീല 90 സെക്ഷൻ ടയറാണ് കേട്ടോ. ഫ്രണ്ടിൽ 21 inch, റിയറിൽ 18 inch ആണ് കൊടുത്തത്. അത് ട്യൂബ്ലെസ് സ്പോക്കാണ് കണ്ട, ക്രോസ് സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ട്യൂബ്ലെസ് പഞ്ചറായാലും പെട്ടെന്ന് എയർ ലീക്ക് ആയില്ല. നമുക്ക് അടുത്തുള്ള ഷോറൂമിൽ കൊണ്ട് എവിടെയെങ്കിലും പോയി സെറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 320 mm ഡിസ്ക് റോട്ടർ, ട്വിൻ ഡിസ്ക് റോട്ടർ, M50 ബ്രെംബോ M50 കാലിപ്പേഴ്സൊക്കെ കൊടുത്തത്. മാരക ബ്രേക്കിങ് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. പിന്നെ കണ്ടു ആ കേർവ്ഡ് റേറ്റ്, വലിയ റേഡിയേറ്ററാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അല്ല റീസൺ ഞാൻ പിന്നെ പറയാം. പിന്നെ കണ്ടു ഒരു ബാഷ് പ്ലേറ്റ്, അലൂമിനിയം ബാഷ് പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കും, 250 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ്. മാരക ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല ഹൈലൈറ്റ്, ഈ എഞ്ചിനായിട്ട് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് എഞ്ചിൻസാണ്. ആ L12 90° V12. ഇത് 937cc L12 ആട്ടോ. V12 90° ഡുക്കാട്ടി വരെ L12 എന്നാണ് വിളിക്കുന്നത്. കണ്ടേ അവിടെ ഒരു സിലിണ്ടർ കണ്ടേ, ഈ സിലിണ്ടർ നോക്കിക്കോ, അത് ഓൾമോസ്റ്റ് പാരലൽ ടു ദ ഗ്രൗണ്ടാണ്. സെറ്റപ്പ് നോക്കട്ടെ. ഇത് ഏകദേശം 110 horsepower 92 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ലോ ഡൗൺ, ഈ L2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ഡൗൺ മിഡ് റേഞ്ച് സ്റ്റോക്ക്. അത് ഓടിക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സെറ്റപ്പ് നോക്കട്ടെ. മാത്രമല്ല ഡുക്കാട്ടി ഇതിനെ 11 degrees ടെസ്റ്റാ സ്ട്രെറ്റ എന്നാണ് പറയുന്നത്. ഈ 11 degrees ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ആംഗിൾ ഇത് 90 degrees ആണ്. പിന്നെ എന്താണ് 11 degrees? അത് ആ വാൽവ് ഓവർലാപ്പിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാൽവ് ഓവർലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇതിൻ്റെ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്ന ടൈമുണ്ട്. അതിനെ വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ബോത്ത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്ന ടൈമുണ്ട്. ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിനെ അതിൻ്റെ ക്യാമിൻ്റെ ലോബിൻ്റെ പ്രൊഫൈൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അത് കൂടുതൽ നേരം ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഡൗൺ സൈഡിൽ നിന്ന് എമിഷൻ കൂടും. പണ്ടൊക്കെ ഡുക്കാട്ടി ഭയങ്കര അഗ്രസീവായിട്ടാണ് ഈ വാൽവ് ഓവർലാപ്പ് ഡിസൈൻ ചെയ്തത്. റേസിംഗ് മോട്ടോർ സൈക്കിൾസ് ഒക്കെ 30 40 43 45 ഡിഗ്രി വരെയൊക്കെ വാൽവ് ഓവർലാപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഫോർ റോഡ് രജിസ്ട്രേഷൻ മോട്ടോർ സൈക്കിളിനൊക്കെ ഇവരിപ്പോൾ പുതിയ ഡുക്കാട്ടി കൊടുക്കുന്നതാണ് 11 degrees. അതാണ് ഈ ടെസ്റ്റാ സ്ട്രെറ്റ 11 degrees എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ ആംഗിൾ അല്ല, ആ എത്ര ഡിഗ്രീസ് വാൽവ് ഓവർലാപ്പ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ആ 11 degrees കൊടുത്തിരിക്കുന്നു കേട്ടോ. മാത്രമല്ല ഈ എഞ്ചിൻസ് ഉണ്ട് ഭയങ്കര കോമ്പാക്ട് എഞ്ചിൻ. V4 ഇൻലൈൻ 4 ഒക്കെ വെച്ച് ഭയങ്കര കോമ്പാക്ട് ഡിസൈൻസ് ആണ് ഈ V2. ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ലോ ഡൗൺ ടോർക്കാണ്. എക്സോസ്റ്റാണ് ബേസി ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടൊക്കെ പിന്നെ കേൾച്ചു ഭയങ്കര സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ V12s L12s ഒക്കെ ഭയങ്കര രസമുള്ള മോട്ടോർ സൈക്കിൾസാണ്. ഓടിക്കാനായിട്ട് ഭയങ്കര ഹരമാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി വൺസ് ടൈം ഓടിച്ച് നോക്കേണ്ട മോട്ടോർ സൈക്കിൾ. ഇത് ഡുക്കാട്ടി കൊച്ചിത്തെ ടെസ്റ്റ് ഡ്രൈവ് മോട്ടോർ സൈക്കിൾ. ഡെഫിനറ്റ്ലി പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. പിന്നെ എൻ്റെ ഫ്രെയിം കണ്ടത് ഒരു സ്റ്റീൽ ട്യൂബിലെ ട്രെലിസ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട ഫ്രം ദ സ്റ്റിയറിംഗ് കോളം സ്വിംഗ് ആം പിവറ്റിലോട്ട് സ്റ്റീൽ ട്യൂബ്സാണ് വന്നിരിക്കുക. അതിന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ഈ ട്രയാങ്കിൾ പോലത്തെ ലാറ്റിസ് കൊടുക്കുന്നതിന് ട്രെലിസ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിലോട്ട് എഞ്ചിൻ ഹാങ് ചെയ്ത് വെച്ചാൽ എഞ്ചിൻ സ്ട്രെസ് മെമ്പർ. അപ്പോൾ എഞ്ചിൻ എന്ന് പറഞ്ഞ വൈബ്രേഷനൊക്കെ ഈ ഫുഡ് പെഗ്സിലും ബാറൻസിലൊക്കെ വരുന്ന നോർമലാണ്. ഡുക്കാട്ടി അത്രമാത്രം മോസ്റ്റ് റിഫൈൻഡ് മോസ്റ്റ് സ്മൂത്തസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ക്യാരക്ടർ ഉണ്ട്, ഓടിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ റിയർ നോക്ക്, റിയർത്തെ ഷോക്കിന് 220 mm ട്രാവലാണ്. KYBയുടെ ഷോക്കൊക്കെ കൊടുത്തത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട് ഫോക്ക് ആണെങ്കിൽ റിയർ ഷോക്ക് ആണെങ്കിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ. ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റർ റിമോട്ട് വരെയും കൊടുത്തിട്ടുണ്ട്. കണ്ട ഇത് തിരിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെറ്റപ്പ് നോക്കണേ. പിന്നെ കണ്ട റൈഡിങ് ടൈമിൽ കണ്ട ആ ഫുഡ് പെഗിൽ ഒരു റബ്ബർ മൗണ്ടിങ് കൊടുത്തിട്ടുണ്ട് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി. ഇത് റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ ക്ലോ ടൈപ്പായി. അപ്പോൾ കുറച്ചൊരു ബെറ്റർ ഗ്രിപ്പ് കിട്ടി. സ്ലഷി മഡിലൊക്കെ ഓടിക്കാൻ ബെറ്റർ ഗ്രിപ്പ് കിട്ടും കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടയേഴ്സ് ഉണ്ടല്ലേ, പെർലി സ്കോർപ്പിയൻ STR റാലി ടയേഴ്സാണ് കൊടുത്തത്. റോഡ് റൈഡിങ് നല്ല ഓഫ് റോഡ് മൈൽഡ് ഓഫ് റോഡിങ് ഒക്കെ സെറ്റപ്പാണ് കേട്ടോ. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സുള്ള ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റിൻ്റെ അപ്സെപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് റൈഡ് ചെയ്ത് അപ്പോഴേക്കും ചൂടുണ്ടില്ലേ. ഇനിയും പോയി ടെസ്റ്റ് ചെയ്യാണ്ട്, ഇനിയും കുറേ മണിക്കൂറുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം.
പിന്നെ ഇതിൻ്റെ റിയർ സബ് ഫ്രെയിം കണ്ട ബോൾട്ട് ഓൺ സബ് ഫ്രെയിം കൊടുത്തത്. സ്റ്റീൽ തന്നെ അലൂമിനിയം ഒന്നുമല്ല, പക്ഷേ കണ്ട ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ റിയറിൽ നോക്ക് 265mm ബ്രെംബോയുടെ പിന്നെ റിയർ കണ്ട 265mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബ്രെംബോയുടെ 2 പിസ്റ്റൺ കാലിപ്പറൊക്കെയാണ്. ABS ആണ്, ഡുവൽ ചാനൽ ABS ആണ്. അത് വിത്ത് കോർണറിങ് ABS IMU വാല്യൂ ഒക്കെ എടുത്തിട്ട് കോർണറിങ് ABS ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വിങ്ങാമ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസൈൻ സ്വിങ്ങാമ. ഈ ഇറ്റാലിയൻസിൻ്റെ പ്രത്യേകത തന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഭയങ്കര അടിപൊളി ഡിസൈൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 90 സെക്ഷനും ബാക്കിൽ 150 സെക്ഷൻ ടയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് ഉണ്ട്, ട്വിൻ എക്സിറ്റ് എക്സോസ്റ്റ് ഒക്കെ ഉണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ റിയർ ടെയിൽ കംപ്ലീറ്റ് LED ലൈറ്റിങ് ഭയങ്കര മിനിമസ് റെട്രോ തീംഡായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്ത് ഇവിടെയായിട്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തേക്കുന്നത്. ചെളിയൊക്കെ തെറിക്കും, പക്ഷേ വണ്ടി ഒക്കെ ഐ തിങ്ക് ഇത് ചെളിയൊക്കെ കൊണ്ടാലും ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിളായിട്ടിരിക്കും. അതാണ് ഡെസേർട്ട് എക്സിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ ഈ എഞ്ചിൻ ഡെസേർട്ട് എക്സിന് യൂണീക്ക് ആയിട്ടുള്ള എഞ്ചിനല്ല. ഇത് മോൺസ്റ്റർ, ഹൈപ്പർ മോട്ടാർഡ്, മൾട്ടിസ്റ്റാർഡ V2 അതിലൊക്കെ വരുന്ന സിമിലർ എഞ്ചിൻ തന്നെ. പക്ഷേ എൻ്റെ ഗിയർ ബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽ ഗിയറിംഗില്ല. എൻ്റെ ഫസ്റ്റ് 5 ഇയേഴ്സ് കുറച്ചുകൂടി ഷോർട്ടർ ആക്കിയിട്ടുണ്ട്. എന്നാൽ ട്രെയിൽ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഭയങ്കര ഷോർട്ടർ ഗിയറിംഗ് വേണ്ടി, പെട്ടെന്ന് കയറി പോകേണ്ട, ആക്സലേഷൻ വേണ്ടി, അതിന് ടോപ്പ് എൻഡ് അല്ലോ വേണ്ട. അപ്പോൾ ആ ആക്സലേഷന് വേണ്ടി കുറച്ച് ഷോർട്ടർ ഗിയർ, ആ ഫസ്റ്റ് 5 ഇയേഴ്സ് ഷോർട്ടർ ആക്കിയാൽ കൊടുത്തേക്കുക. അത് ഓടിക്കുമ്പോൾ മനസ്സിലാവട്ടോ. പിന്നെ നോക്കിയിട്ട് ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്ററാണ് കൊടുത്തേക്കുക. സെറ്റപ്പ് ഉള്ള അല്ലേ. പിന്നെ ഈ ഗിയർ ഷിഫ്റ്ററിനെ കണ്ടില്ലേ, അത് ബെൻഡബിൾ കൂടിയാണ് കേട്ടോ. വീണാൽ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ കൊള്ളാം. പിന്നെ ഈ സാധനം കുറേ ചോദിക്കേണ്ട എന്താ സാധനം, ഇതൊരു സ്റ്റിയറിംഗ് ഡാമ്പർ. ഹൈ സ്പീഡിലൊക്കെ വല്ല വോബിളിങ് വല്ലേ അത് നമുക്ക് പ്രിവെൻറ്റ്, ടാങ്ക് സ്ലാപ്പറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിയറിംഗ് ഡാമ്പറും കൊടുത്തിട്ടുണ്ട്. ടാങ്കാണ് 21 ലിറ്ററിൻ്റെ ടാങ്കാണ്. അത് ഓഫ് സെറ്റായിട്ടാണ് ഫില്ലിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ തരം ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തീരില്ല, അത്രയും മാത്രം ഇലക്ട്രോണിക്സാണ്. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്, വീലി കൺട്രോൾ ഉണ്ട്, എൻജിൻ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇതിൻ്റെ എൻജിൻ ബ്രേക്കിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ തരം മത്താപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലില്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് ഇല്ല, ബാക്കിയൊക്കെ സാധനം കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനം കൊടുത്ത് ഹീറ്റഡ് ഗ്രിപ്സ് വരെ കണ്ട് ഈ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രിപ്സൊക്കെ ഹീറ്റാവും. തണുപ്പുള്ള പ്രദേശത്ത് ലഡാക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ടൊക്കെ ഓടിക്കാൻ പറ്റും. കൈയൊന്നും തണുത്ത് വിറച്ച് പോകണ പ്രശ്നമൊന്നുമില്ലാതെ ഓടിക്കാൻ പറ്റും. കണ്ടില്ലേ. പിന്നെ നക്കിൾ ഗാർഡ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് നക്കിൾ ഗാർഡ്സൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവേഴ്സാണ്. ഇതിൻ്റെ ക്ലച്ച് ലെവർ നോക്ക് ഹൈഡ്രോളിക് യൂണിറ്റാണ് കൊടുത്ത് നമ്മൾ ബ്രേക്സ് ഒക്കെ പോലെ ബ്രെംബോയുടെ ഹൈഡ്രോളിക് ക്ലച്ചായി ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്ലച്ച് കേബിളൊന്നും മാറ്റേണ്ട മാത്രമല്ല, പക്ഷേ എനിക്ക് കൂടുതൽ ക്ലച്ച് ലെവറിൻ്റെ ഫീലാണ് ഇഷ്ടം. ഇതാണ് അത്ര ഫീലിംഗ് ഇല്ല. ഇത് നമ്മൾ എൻഗേജ് ചെയ്ത് ഡിസെൻഗേജ് ചെയ്ത് കറക്റ്റ് ആ ഫീലിംഗ് ഇല്ല. പക്ഷേ പ്രോപ്പർലി വർക്ക് ചെയ്യട്ടോ. ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് ഓഫ് റോഡൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോകണം പേടിയേ വേണ്ട. അതേപോലെ തന്നെ ഇനി മെക്കാനിക്കലായിട്ട് ആക്സിലേറ്റർ കേബിൾ അങ്ങനത്തെ ഒരു മത്താപ്പില്ല, റൈഡ് ബൈ വയർ യൂണിറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഓ എന്താണല്ലോ എത്ര ഇലക്ട്രോണിക്സാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക്സ് അധികം കഥ പറയുവാണെങ്കിൽ പിന്നെ ഒന്നും കൂടി പറഞ്ഞാൽ ഇതിന് 6 റൈഡിംഗ് മോഡ് ഉണ്ട്. 4 റോഡ് റൈഡിംഗ് മോഡ്സ് ഉണ്ട്, 2 ഓഫ് റോഡ് റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഇതിൻ്റെ എൻഡ്യൂറോ മോഡ് അതിലോട്ട് പവർ കട്ട് നമുക്ക് ട്രെയിലൊക്കെ ഓടിക്കാൻ, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സ്ഥലമൊക്കെ ഓടിക്കാൻ എൻഡ്യൂറോ മോഡ് ഇട്ടാൽ 75 ഹോഴ്സ് പവറിലോട്ട് ലിമിറ്റ് ആവട്ടോ. ഇത് 110 ഹോഴ്സ് പവർ ഉണ്ട്, 75 ഹോഴ്സ് പവറിലോട്ട് കുറച്ചില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എല്ലാ സാധനവും, ആ ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിൽ, എഞ്ചിൻ ബ്രേക്കിംഗ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. ട്രാക്ഷൻ കൺട്രോൾ അതിൻ്റെയൊക്കെ ലെവൽസ് ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇതിൽ നമുക്ക് എടുത്തിട്ട് എർബൻ മോഡിൽ പോയിട്ട് അതിൻ്റെ എത്ര പവറാണ്, പവർ കണ്ട മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, ഫുൾ ഉണ്ട്, ഓരോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ട് ഇപ്പോൾ ഏറ്റവും ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ ലോ പവറാണ്, പക്ഷേ കണ്ടത് ലോ പവറാണ് പക്ഷേ ഡൈനാമിക്കാണ്. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. മീഡിയം ഇട്ട് കഴിഞ്ഞാൽ മിഡ് പവറാണ്, സ്മൂത്ത്, അങ്ങനെ നമുക്ക് ഫൈൻ ടു നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സെറ്റപ്പ് പോകണം, അത്രയും ഓപ്ഷൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടോ 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാട്ടോ. ആവശ്യത്തിനുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. ഇരുന്നും കൂടി കാണിച്ചുതരാം. ഒന്ന് കയറിയിരിക്കണം. കാണും എന്താ നല്ല ടോൾ മോട്ടോർ സൈക്കിളാണ്. 875mm ആണ് സീറ്റായിട്ട്. എനിക്ക് ടിപ്പ് ടോ ചെയ്യാൻ കണ്ട 2 ടോസ് മാത്രമേ എനിക്ക് മുട്ടിക്കാൻ പറ്റും, ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റില്ല. 875mm സീറ്റായിട്ട് വേണമെങ്കിൽ സീറ്റായിട്ട് കുറക്കാൻ ലോവേഡ് സീറ്റായിട്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് 865 ആക്കാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ ലോവറിംഗ് കിറ്റും കൂടി മേടിക്കുകയാണെങ്കിൽ അത് 845 ആക്കാം. നിങ്ങൾക്ക് മാരക ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ടോളർ സീറ്റും കൂടി, റാലി സീറ്റും കൂടി കിട്ടും. അതിന് ഏകദേശം 880mm ആണ്. എന്താ നോക്കുക, അത്രയും വലിയ സീറ്റൊക്കെ വെച്ച് ഓടിക്കാൻ അതിനും ഓപ്ഷൻ ഉണ്ടെന്നാണ് ഡുക്കാട്ടി പറയുന്നത്. പിന്നെ പുറത്തൊക്കെ ഇതിന് ഇപ്പോൾ ഇതിന് 21 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ക്രോസ് കൺട്രി ഒക്കെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യും ഒരു ഓക്സിലറി ടാങ്ക് കൂടി, ബാക്കിലും കൂടി ഒരു ഫ്യൂൽ ടാങ്ക് വെച്ച് തരും കേട്ടോ. അതിന് ഏകദേശം 10 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കൂടി വെച്ച് തരും. അപ്പോൾ അത്രയും ഫ്യൂൽ കപ്പാസിറ്റി ഉണ്ട്. അത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യും. അതൊക്കെ അവൈലബിൾ, പക്ഷേ എക്സ്ട്രാ കോസ്റ്റ് ആണ് കേട്ടോ. അതിന് എക്സ്ട്രാ ഒരു പമ്പ് ഉണ്ട്, അതിൽ നിന്ന് ഫ്യൂൽ എടുത്ത് മെയിൻ ടാങ്കിലോട്ട് അത് പമ്പ് ചെയ്ത് കയറ്റും. അങ്ങനെ എന്തോ സെറ്റപ്പ്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതൊക്കെ കൊള്ളാം അല്ലേ.
പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ ഞാൻ ഇത് അപ്രൈറ്റായിട്ട് ഇരിക്കുന്ന പെർഫെക്റ്റ്ലി അപ്രൈറ്റായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് എണീറ്റ് നിന്ന് ഓടിക്കാനാണെങ്കിൽ ആ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ അത്ര സ്പേസ് കൊടുത്ത് ആ ടാങ്ക് കണ്ടില്ലേ ഇങ്ങനെ സ്വീപ്പിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സെറ്റപ്പും കൊള്ളാട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റോട്ടും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ് ആ എൽ ട്വിൻസിൻ്റെ ക്യാരക്ടർ. ആ V12 90 V12 ഒരു ക്യാരക്ടർ. ഇത് ആ ലോ ആൻഡ് ബേസി ഗ്രണ്ടാണ്. ആ കലവില ശബ്ദം കിട്ടില്ലേ, സെറ്റപ്പാണ്. ഓ ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ കുറേ പോപ്സും ബാങ്ക്സൊക്കെ കേൾക്കാൻ പറ്റുമോ. അഗ്രഷൻ അല്ലേ. ഓ എന്ത് അക്രമോ, എന്തോ ഒച്ചപ്പാടും ബഹളോ വണ്ടി ഉണ്ടാക്കുന്ന. പക്ഷെ എനിക്കിഷ്ടമായിട്ടത് സ്റ്റോക്ക് എക്സോസിൽ അക്രമമാണ്, റഫ്നെസ്സാണ്, അഗ്രഷനാണ് കേൾക്കുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഇതിൻ്റെ വാൽസ് ഉണ്ട്. ഇനി റിട്ടേൺ സ്പ്രിങ്സ് ഇല്ല. ഇനി വാൽ സ്പ്രിങ്സ് എന്ന് പറയില്ല. ഇപ്പോൾ നമ്മുടെ മോട്ടോർ സൈക്കിളിൽ ക്യാം ലോബ്സ് വെച്ചിട്ടാണ് വാൽ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അത് ക്ലോസ് ചെയ്യുന്ന റിട്ടേൺ സ്പ്രിങ്സ് വെച്ചാൽ ഇതിന് ഒരു വേറെ സെറ്റപ്പാണ് കേട്ടോ. ഇതിനൊരു മെക്കാനിക്കൽ ക്യാം തന്നെയാണ് അതിനെ ക്ലോസും ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹയറായിട്ട് റെവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഒരു ഡെസ്മോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഓൺ റോഡ് 21 lakhs, എക്സ്ഷോറും 18.4 lakhs, ഓൺ റോഡ് 21 lakhs ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സെറ്റപ്പ് നോക്കണേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിംഗ് വണ്ടിയല്ലേ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ എ റൈഡ്. ഓ ട്രാഫിക്കിൽ ഈ വണ്ടി സീനാട്ടാ. ഹീറ്റിംഗ് ഉണ്ട്, അത്ര ഇഷ്ടമല്ല. ഡുക്കാട്ടികൾക്ക് പൊതുവേ ട്രാഫിക് അങ്ങനെ ഇഷ്ടമല്ല. ഇത്ര ഹെവി ട്രാഫിക്കിൽ അങ്ങനെ ഓടിച്ചേക്കുന്ന വണ്ടിയല്ല. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഇവിടെയൊക്കെ ഹീറ്റ് ആവട്ടോ. നമ്മൾ എക്സ്പെഷ്യലി ആ ഹീറ്റ് വരുന്ന തൈസിലോട്ടാണ്. പിന്നെ ഈ ഹൈഡ്രോളിക് ക്ലച്ച് അത്ര ഫീലില്ല. ഈ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോഴില്ലേ അത്ര ഫീലിംഗ് ഇല്ലാത്ത ക്ലച്ചാണ്. നമുക്ക് ആ മെക്കാനിക്കൽ ക്ലച്ച് പോലത്തെ ആ ഫീലിംഗ് കിട്ടില്ല. വേറെ സീനൊന്നുമില്ല കേട്ടോ, ലൈറ്റാണ്. പക്ഷെ അതിന് അത്ര ഫീലിംഗ് ഇല്ല. ആ ക്ലച്ച് കേബിൾ പുള്ളി നമുക്ക് അറിയാം ആ കറക്റ്റ് ബൈറ്റിംഗ് പോയിൻ്റ് എവിടെയാണ്. ആ സെറ്റപ്പ് അറിയാലോ, ഇതിൽ അത്ര ആ ഫീലിംഗ് കിട്ടില്ല. ഓ വണ്ടി പറയാം ഹൈവേയിലോട്ട് കൊണ്ടുപോടാ, ദുഷ്ടാ കൊണ്ടുപോടാന്ന്. ഓ ലോ ഡൗൺ ടോർക്ക് മാരകമാണ് കേട്ടോ. സെക്കൻഡ് ഗിയറിൽ തന്നെ സ്റ്റാൻഡ് സ്റ്റിൽ എന്നാ വണ്ടി പുള്ളി ചെയ്താ. ഓ ആ പുള്ള് കണ്ട. ഈ വണ്ടി ഐഡിൽ ചെയ്യണ ഏകദേശം 1600 RPM 2000 RPM തൊട്ട് പുള്ള. ഈ 2000 RPM തന്നെ ഏകദേശം നിങ്ങൾക്കൊരു 60 Nm ഓഫ് ടോർക്ക് കിട്ടും. അത്രയും ലോ ഡൗൺ ടോർക്കായി. എന്നിട്ട് 4000 RPM 5000 RPM പീക്ക് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ 90 Nm ഓഫ് ടോർക്ക് എന്താണല്ലേ. അതാണ് ഈ V12 അല്ലെങ്കിൽ L2 പ്രത്യേകത. ആ ലോ ഡൗൺ മിഡ് റേഞ്ച് ടോർക്ക് മാരകമാണ്. കൈ കൊടുത്താൽ പറന്നാണ് വണ്ടി പോകണം. എന്ത് രസം ഓടിക്കാൻ. ഇതിപ്പോൾ പോകുന്ന ടൂറിങ് മോഡിലാട്ടാ. അതിൽ തന്നെ ഇങ്ങനെ കുറച്ച് പവറൊക്കെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിൽ എല്ലാ സാധനവും ഭയങ്കര മൈൽഡാക്കിയാണ് വെച്ചത്. അത്ര അക്രമമൊന്നുമില്ല. അക്രമം കാണിക്കണമെങ്കിൽ മോഡ് മാറ്റണം, സ്പോർട്ടിലോട്ടാക്കണം. ഇപ്പോൾ റണ്ണിങ്ങിൽ തന്നെ ആക്കാൻ പറ്റും. ഈ ബട്ടൺ കണ്ട, ഈ മോഡ് ബട്ടൺ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ കണ്ട അത് മാറ്റാം. സ്പോർട്ടിലോട്ട് നെക്കി കഴിഞ്ഞാൽ ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് വെച്ചാൽ സ്പോർട്ട് മോഡായി. ഓ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ഷാർപ്പറായിട്ടോ. ഞാൻ കൈ കൊടുത്ത് 4th ഗിയർ ഫുള്ളിയോ. ഓ പറക്കട കണ്ടില്ലേ. പിന്നെ കുറേ ഇലക്ട്രോണിക്സാണ് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. അത്രയും മാത്രം ഇലക്ട്രോണിക്സാണ് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടേ 5th ഗിയറിലെ പോകണം 6th എന്നിട്ട് ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്യാൻ ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് വെച്ച് 5 4 3 2 അങ്ങനെ സെക്കൻഡ് ഗിയറിലോട്ട് എഫേർട്ട്ലെസ്ലി ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി ക്വിക്ക് ഷിഫ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാരകം. അങ്ങനെ കുറേ ഇലക്ട്രോണിക്സ് ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കണ്ടു. ഒന്നും ലീൻ സെൻസിറ്റീവാണ്. വണ്ടിയുടെ പിച്ച് റോൾ യോ മെഷർ ചെയ്താൽ വണ്ടി എത്രത്തോളം ചരിഞ്ഞ്, വണ്ടി എത്രത്തോളം നേരെയാണ്, എത്രത്തോളം ചരിഞ്ഞാണ് മറിഞ്ഞാണ് ഇരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഡിഫറെൻറ്റ് രീതിയിൽ ABSനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ കോർണർ ചെയ്യുന്ന സമയത്ത് വരെ ബ്രേക്ക് പിടിച്ചാൽ നിങ്ങൾ വീടില്ലെന്ന് പറഞ്ഞാൽ ബ്രേക്ക് വിട്ട് പിടിക്കും. ഫ്രണ്ടായ ലോക്കായി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വേയിലാണ് ABS മോഡിൽ ആ കാലിപ്പറിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ക്രാഷ് ചെയ്യില്ല. ഫ്രണ്ട് ബ്രേക്സ് പിടിച്ചാലോ റിയർ ബ്രേക്സ് പിടിച്ചാലോ ഈവൻ ഇന്ന കോർണർ ആണെങ്കിലും സെറ്റപ്പാണ്. അതേപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സെറ്റപ്പ് അതാ കോർണറിലാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ത്രോട്ട് കൊടുത്താൽ പവർ കട്ട് ചെയ്യുന്ന കേട്ടോ. ഒരു പ്രോപ്പർ വേയിലേക്ക് പവർ കട്ട് ചെയ്യുന്ന
അതുപോലെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ എന്താണ് വണ്ടി ലീനിലാണെങ്കിൽ അതിന് മുമ്പ് സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യട്ടെ. ലോങ് ട്രാവൽ സസ്പെൻഷനാ. ഓ എന്ത് രസമുള്ള സസ്പെൻഷനാ. സീറ്റും കൊള്ളാട്ടാ, സീറ്റും കൊള്ളാം. F900 GS മച്ച് ബെറ്റർ സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. ഓ സുഖം കേട്ടോ. ഈ നമ്മുടെ കേരള റോഡിന് പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ പവർ കട്ട് ചെയ്യും. അതൊരു സേഫ്റ്റി ഫീച്ചർ. നമ്മുടെ വെറ്റ് സ്ലിപ്പറി കണ്ടീഷനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിയർ ടയറിൻ്റെ ട്രാക്ഷൻ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അത് ലീനിൽ വരും വർക്ക് ചെയ്യും. ഡിഫറെൻറ്റ് രീതിയിൽ കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം അറിയാണ്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പവർ കട്ട് ചെയ്യും. അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൊടുത്തത്. വീലി കൺട്രോൾ ഞാൻ ഒറ്റയടിക്ക് കൈ കൊടുത്ത് കണ്ടാ, വീലി ആണ്ട് പവർ കട്ട് ചെയ്ത്. ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ അങ്ങനെ അത്രമാത്രം വീലിയുള്ള പവറുള്ള വണ്ടിയൊന്നുമല്ല. പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ നിങ്ങൾ ഒറ്റയടിക്ക് ത്രോട്ട് കൊടുത്താൽ ആ ലോ ഡൗൺ ടോർക്ക് വെച്ച് വീലിയോ അത് വീലി കൺട്രോൾ വെച്ച് ക്യാൻസൽ ചെയ്യും. അങ്ങനെ പിന്നെ എൻജിൻ ബ്രേക്ക് കണ്ടോ, എൻജിൻ ബ്രേക്കിംഗ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്രൂസ് കൺട്രോൾ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ക്രൂസ് കൺട്രോൾ ഈ ബട്ടൺ ഇത് 64 ടാപ്പ് 64 ലോക്ക്ഡൗൺ. ഇനി എനിക്ക് കഥ പറഞ്ഞുകൊണ്ട് പോവാം. ഇതൊക്കെ ഹൈവേസ് എക്സ്പ്രസ് വേസിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ടൂറിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് സെറ്റ് ഓഫ് ഫീച്ചറാണ് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ബ്രേക്കോ ക്ലച്ച് ടാപ്പ് ചെയ്താൽ ക്ലച്ച് ടാപ്പ് ചെയ്താലും ഈ ക്ലച്ച് ടാപ്പ് ചെയ്താലും ബ്രേക്ക് ലെവർ ടാപ്പ് ചെയ്താലും ഇത് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കൈ കൊടുത്ത് ഓടിച്ചുകൊണ്ട് പോകാം. എന്ത് സെറ്റ് ഓഫ് ഫീച്ചറാണ് നോക്ക് അല്ലേ. അത്ര ഇലക്ട്രോണിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ടൂറിങ്ങിനാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ലഗേജൊക്കെ വെച്ചിട്ട് കുറേ അഡ്വഞ്ചർ കാണിക്കാൻ അക്രമം ഉണ്ടെങ്കിൽ കുറേ അക്രമം കാണിക്കാൻ പ്ലാൻ ഉണ്ട്, അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ റൈഡ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെസേർട്ട് എക്സ് അടിപൊളി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുന്ന സാധനത്തിൻ്റെ അത്രയും ലോങ് വീൽ ബേസാണ്. GS 1300 കാട്ടി ലോങ്ങർ വീൽ ബേസാട്ടാ. ഇങ്ങനെ പോകും. ആ വിൻസ്ക്രീൻ കണ്ടില്ലേ, നല്ല വിൻ പ്രൊട്ടക്ഷൻ തന്നെ. ആ എയറൊക്കെ ഡയറക്റ്റ്ലി അബൌവ് ദ ഹെൽമെറ്റിലൂടെ റൂട്ട് ചെയ്ത് പോകുന്നു കേട്ടോ. സസ്പെൻഷൻ നോക്കുക, ആ ബംസൊക്കെ ബ്യൂട്ടിഫുള്ളി ആ സോക്ക് ചെയ്യുന്നത്. എല്ലാം കൊള്ളാം. എന്നിട്ട് ഇതേ ക്വിക്ക് ഷിഫ്റ്റ് ആണ് എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്, ബ്യൂട്ടിഫുള്ളി റവ് മാച്ച് ചെയ്യുന്നു, ഓട്ടോ ഫ്ലിപ്പർ കൊടുത്തിട്ടുണ്ട്. മാരക വണ്ടി, നമ്മുടെ നാടിന് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ലുക്കിംഗ് സോ ഗുഡ്. ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ കണ്ടോ ഭയങ്കര ഹൈറ്റിലായിട്ട് 875 mm ആ സീറ്റായിട്ട് കണ്ടില്ലേ, നല്ല ഹൈറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കും ഇവർ ഏത് വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നടക്കണം. നമ്മൾ റെട്രോ വണ്ടിയാണ്. നമ്മൾ 90s ഒരു ടൈം മെഷീൻ പിടിച്ചിട്ട് ഈ 2025 വന്ന പോലെ കേട്ടോ സെറ്റപ്പ്. പക്ഷേ എല്ലാ ഇലക്ട്രോണിക്സും കൊടുത്തിട്ടുണ്ട്. അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഹീറ്റിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ഈ ട്രാഫിക് ഒന്നും ഇഷ്ടമല്ല. എക്സ്പ്രസ് വേ ഹൈവേസിൽ ഇങ്ങനെ ട്രെയിൽസൊക്കെ ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രമം കാണിച്ചടക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഹൈറ്റ് കുറച്ച് കൂടെ, പക്ഷേ അത്ര സീനൊന്നുമില്ല. കണ്ടില്ലേ, ന്യൂട്രലിട്ട് റൈറ്റ് ലെഗ് ഓൺ ദ ബ്രേക്ക്, ലെഫ്റ്റ് ഫുട്ട് ഡൗൺ ആക്കി കണ്ട ഒരു കാല് കുത്തിക്കാൻ പറ്റും. എഫേർട്ടിൽ അങ്ങനെ ഒരു കാല് കുത്തിയാൽ എല്ലാ കാലും കുത്തണമെന്ന് നിർബന്ധം വേണ്ട. ടിപ്റ്റോ ചെയ്യാൻ പറ്റും, രണ്ട് കാലം ടിപ്റ്റോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കൂടുതൽ കംഫർട്ട് കൺട്രോൾ ഇങ്ങനെ വെക്കണം കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ സിഗ്നലൊക്കെ വന്ന് ഇങ്ങനത്തെ ടോളർ ബോട്ടസൊക്കെ വന്ന് നിർത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ ഒന്ന് നിർത്തണം, ക്ലച്ച് പിടിച്ചിരിക്കണം. എന്നിട്ട് റൈറ്റ് ഫുട്ട് ഓൺ ദ ബ്രേക്ക്. അപ്പോൾ നമുക്ക് ഈ കൈ ഫ്രീ ആണല്ലോ, നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫ്രീ ആണ്. നമുക്ക് വൈസർ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, റെക്കോർഡിങ് കാണാൻ നോക്കാം, കാറ്റൊക്കെ നോക്കാം, വെള്ളം വേണമെങ്കിൽ കുറച്ച് കുടിക്കാം. എന്നിട്ട് കേട്ടോ ക്ലച്ച് റിലീസ് വണ്ടി എടുത്തുകൊണ്ട് പോവാം. അങ്ങനെ രണ്ട് കാല് കുത്തേണ്ടത് യാതൊരു റിക്വയർമെൻറ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്ത് 250 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ്. കേരളത്തിലത്തെ ഒരു ഹമ്പോ പൊട്ടിപ്പൊളിഞ്ഞ വഴി ഒന്നും പേടിക്കേണ്ട. ഓഫ് റോഡ് ട്രെയിൽ റൈഡിൽ പോയാലും പേടിക്കണം. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ടാങ്ക് കപ്പാസിറ്റി 21 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ്. 21 ലിറ്ററിൽ ഏകദേശം ഇതിന് മൈലേജ് ഒരു 15 തന്നെ കിട്ടുമെന്ന് ചോദിക്കാം. 18 കമ്പനി പറയുന്നുണ്ട്, പക്ഷേ ഒരു 15 മതി. ഒരു 300 കിലോമീറ്റർ സ്ട്രാങ്ക് റേഞ്ച് കിട്ടും. ഇപ്പോൾ ടൂറിങ്ങിനാണെങ്കിൽ സെറ്റപ്പാണ്. കണ്ടില്ലേ, ഭയങ്കര ലോഡ് ഔട്ട് ടോർക്കാണ്. അതുകൊണ്ട് എവറി ഡേ യൂസ് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അത് ലോ ഡൗൺ ടോർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ബാക്കി ചില മോട്ടോർ സൈക്കിൾ ഇൻലൈൻ ഫോഴ്സൊക്കെ ഒന്നും അത്ര റെവ് ചെയ്തെടുക്കണം. ആ ഹൈ RPM ആ പവർ വരുന്നത്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഫുൾ റെവ് ചെയ്ത് ഓടിക്കാമെന്ന് പറഞ്ഞാൽ അത്ര എൻജോയ്, എസ്പെഷ്യലി ഇന്ത്യൻ കണ്ടീഷൻ അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്ര ലോഡാണ്. 3000 4000 പറക്കുക, വണ്ടി ചാടുക. ഈ സ്പോർട്ട് മോഡിൽ വണ്ടിക്ക് പ്രാന്താട്ടോ, ഭയങ്കര റെസ്പോൺസാണ്. പിന്നെ ലോങ് വീൽ ബേസ് ആട്ടോ. ഇത് F900 GS കാട്ടി 1300 GS കാട്ടി ആ കാറ്റഗറി എല്ലാ വണ്ടിയെ കാട്ടി ലോങ്ങർ വീൽ ബേസാണ്. അതുകൊണ്ട് വളരെ സ്റ്റേബിളും കൂടിയാണ്. ഞാൻ കണ്ടല്ലേ ഇങ്ങനെ ഇട്ട് പോകാം. ആ വീൽ ബേസ് കൊണ്ട് പക്കാ സ്റ്റേബിളാണ്. ഫ്രണ്ട് ആക്സിൽ ടു റിയർ ആക്സിൽ ലെങ്ത് കൂടും തോറും ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. ഒരു വളവ് എടുത്തോട്ടെ, യു ടേൺ ടെസ്റ്റ് എടുത്ത് നോക്കട്ടെ.
വളയ്ക്ക് എത്ര ലോങ് വീൽ ബേസ് ഹാൻഡ്ലിങ്ങിനെ വലിയ അഫക്റ്റ് ചെയ്യുന്ന നോക്കട്ടെ. ബ്രേക്സ് ഒക്കെ അന്യായ ബ്രേക്സ് ആണ് കേട്ടോ. 320 ആകുമ്പോൾ ഡിസ്ക്രോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. മാരകം, എളുപ്പത്തിൽ വളച്ചെടുക്കാം. ഓ നല്ല അടിപൊളി ബ്രേക്സ് ആട്ടോ. M50 കാലിപ്പേഴ്സാണ് കൊടുത്ത് 320 ആകുമ്പോൾ ഡിസ്ക്രോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ട് 21 ഇഞ്ച് വീൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതിന് അത്ര ഹാൻഡ്ലിങ് ഉണ്ടായില്ലെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇത് നോക്ക് എന്ത് പ്രിസൈസാണ്. ഇത് ശരിക്കും ഒരു ഡുവൽ സ്പോർട്ട് നേച്ചർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക്സ്, ആ ജോമെട്രി ഓഫ് ദാറ്റ് മോട്ടോർ സൈക്കിൾ. ഡുക്കാട്ടിക്ക് അറിയാം എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക്, പക്ഷേ നല്ല ഫങ്ഷണലായിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് റോഡിൽ അക്രമം കാണിക്കുക, ഡയറക്ഷൻ ചേഞ്ച് ആണെങ്കിലും കണ്ടില്ലേ, എനിക്ക് ആ ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് കിട്ടും. ആ ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് കുറച്ചെങ്കിലും കിട്ടുന്നുണ്ട്. ചെറിയ വിത്തുള്ള വീൽസാണ്, പക്ഷേ വലിയ വീൽസായിട്ട് കൊടുത്ത് 21 ഇഞ്ചാണ്. ഈ ഒബ്സ്റ്റക്കിൾസ്, ഈ ഫ്രണ്ടിലത്തെ വലിയ കല്ലൊക്കെ ഇടയ്ക്ക് റോഡ് ഈ ഓഫ് റോഡൊക്കെ വലിയ കല്ലൊക്കെ ഇല്ല, അതൊക്കെ റോൾ ഓവർ ചെയ്യാൻ വേണ്ടി റോൾ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വീൽസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓൺ ദ റോഡ് ഈ 21 ഇഞ്ചസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനത്ര ഫീഡ്ബാക്ക് ഇട്ടില്ല. പിന്നെ ഇത് ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ്. പഞ്ചറായാലും പെട്ടെന്ന് നേറുമല്ല, ടൂറിങ്ങിന് അടിപൊളിയാണ്. ആ ക്രോസ് സ്പോക്കാണ് അടിപൊളി. ബ്രേക്കിംഗ് സെറ്റപ്പ്, ടയേഴ്സ്, ഈ ടയേഴ്സ് ശരിക്കും അടിപൊളിയായിട്ട്, അതുകൊണ്ടാണ് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നത് തോന്നുന്നു. ഇത് പിർലി സ്കോർപ്പിയൻ STR ടയേഴ്സാണ്. റോഡിൽ അടിപൊളിയാണ്. ഓഫ് റോഡ് മൈൽഡ് ഓഫ് റോഡിംഗ് ഒന്നും യാതൊരു സീനില്ല. അത്ര ചെളി അത്ര മഡിലൊക്കെ നിങ്ങൾ ഓടിക്കാൻ പോയാൽ മാത്രമേ ഇത് പ്രശ്നം കിട്ടുള്ളൂ, അല്ലാണ്ട് യാതൊരു സീനും ഇല്ല. ഒച്ചയിൽ വലിയ പ്രശ്നമില്ല. ചില ഈ ഡ്യുവൽ സ്പോർട്ട് ടയേഴ്സിനൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും വൈബ്രേഷനൊക്കെ ഉണ്ടാവും. ഇതിന് യാതൊരു സീനും ഇല്ല കേട്ടോ. കൊള്ളാം. ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സീനുമില്ല. ഇതൊക്കെ വണ്ടിക്ക് എന്തെന്ന്, ഇതൊക്കെ ഓഫ് റോഡ് ആണോന്ന് ചോദിക്കണം. എല്ലായിടത്തും കൂടി പോകാൻ പറ്റും. പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണെങ്കിൽ, ഇട്ടിഞ്ഞ വഴിയാണെങ്കിൽ എല്ലാത്തിനും ഓവർകം ചെയ്യാനുള്ള അത്രയുള്ള ലോങ് ട്രാവൽ സസ്പെൻഷൻ, അതിനുള്ള പവറുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്, ഇലക്ട്രോണിക്സും ഉണ്ട്. ഇപ്പോൾ വണ്ടി ഹീറ്റായി തുടങ്ങി കേട്ടോ. സ്പോർട്ട് മോഡിൽ ഹീറ്റിംഗ് ഉണ്ട്. വണ്ടിക്ക് അത്ര ഇഷ്ടമല്ല. വണ്ടി ഇങ്ങനെ പറയും ഒന്ന് കൈ കൊടുത്ത് പോടേ, ഇവിടെ വെക്കല്ലേ. പിന്നെ എല്ലാത്തിനും ഓവർടേക്കാനുള്ള പവർ ഉണ്ട് കേട്ടോ. 0 to 100 അണ്ടർ 3.7 സെക്കൻഡ്സിലാണ് 0 to 100. ഒരു സ്പോർട്ട് ബൈക്ക് ലെവൽ ഓഫ് ആക്സലറേഷൻ ആട്ടോ. അതാണ് ഈ L2 V2ൻ്റെ ഒക്കെ പ്രത്യേക. ആ ലോ ഡൗൺ മിഡ് റേഞ്ച് ഉള്ളതുകൊണ്ട് പെട്ടെന്നാണ് ആ 0 to 100 അടിക്കുന്നത്. 3.7 സെക്കൻഡ്സ്. ഈ കഥ പറയുന്ന മുമ്പ് തന്നെ വണ്ടി 100 എത്തിയുണ്ടാവും. ടോപ്പ് സ്പീഡ് ഒരു 180 ലിമിറ്റഡ് ആണെന്ന് കേട്ടോ. 180 ഒക്കെ ടോപ്പ് സ്പീഡ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി 150 160 ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. അടിപൊളി ടൂറാണ്. അടിപൊളി ലോങ് ഡിസ്റ്റൻസ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ആ എർഗണോമിക്സ് ഇരിക്കുന്നുണ്ട് പെർഫെക്റ്റ്ലി അപ്രൈറ്റായിട്ട്. ഈ ടോള വിൻസ്ക്രീനിലുണ്ട്, ചെസ്റ്റിലോട്ടൊന്നും അധികം കാറ്റടിക്കുന്നില്ല, പക്ഷേ അപ്രൈറ്റായിട്ട് ഇരുന്ന് എനിക്ക് കുറച്ച് കാറ്റും കൊണ്ട് ചില്ല് ചെയ്ത് കഥയും പറയൊക്കെ ഓടിക്കാൻ പറ്റും. സെറ്റപ്പ് നോക്കണേ, എങ്ങനെയുണ്ട് സാധനം. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയില്ല. 937cc L2 ആണ് ഡുക്കാട്ടി. അവിടെ V2 90 ഡിഗ്രി V2 L2 എന്നാണ് പറയുന്ന സെറ്റപ്പാണ്. അതൊക്കെ പോട്ടെ. ഏകദേശം 110 ഹോഴ്സ് പവർ, 92 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. അക്രമമാണ് സാധനം. കൈ കൊടുത്ത പറക്കണോ. മാരകം. ഇതധികം ഞാൻ അക്രമം കാണിച്ചു കഴിഞ്ഞാലേ ഞാൻ അകത്ത് പോകും. പിന്നെ കണ്ടില്ലേ ഹീറ്റഡ് ഗ്രിപ്സ്. നമ്മുടെ നാട്ടിൽ അത്രമാത്രം യൂസ് ഒന്നുമില്ല, പക്ഷേ ഹീറ്റഡ് ഗ്രിപ്സ് നിങ്ങൾ ഈ ലഡാക്കൊക്കെ പോകണമെങ്കിൽ ഈ ബട്ടൺ കണ്ട, ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ ഗ്രിപ്സ് ഹീറ്റപ്പ് ചെയ്യും. മൾട്ടി ലെവൽ ഹീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് അല്ലേ? ചില വണ്ടികൾക്ക് 3 ലെവൽസ് ഓഫ് ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ മൈൽഡ്, സോഫ്റ്റ് ആയിട്ട്, മീഡിയം, പിന്നെ ഹൈ ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഏർലി മോർണിംഗ് മൂന്നാർ റൈഡ്സൊക്കെ പോകണം, കൊടും മഴയത്തൊക്കെയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ഫീച്ചറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും യൂസ് ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ പണ്ട് ആ GS 1300 മൂന്നാർ പോയപ്പോൾ കൂട്ടും മഴയും തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് അത് ഇട്ടപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം. അതൊക്കെ നല്ല സെറ്റപ്പ് ഫീച്ചേഴ്സാണ്. അതൊക്കെ നിങ്ങൾ ടൂറിങ് പേർപ്പസ് അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമെങ്കിൽ മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ സിറ്റി റൈഡൊന്നും ഈ മോട്ടോർ സൈക്കിൾ എടുത്താൽ കാര്യമില്ല. അല്ലാണ്ട് ഒരു ഗറാജ് മോട്ടോർ സൈക്കിളായിട്ട് ഷോ കാണിക്കാനുള്ള മോട്ടോർ സൈക്കിളാണ് ഇത്. പ്രോപ്പർ എന്തൂസിയസ്റ്റ് മോട്ടോർ സൈക്കിളാണ്. അക്രമം കാണിച്ച് ഓടിക്കുക. നിങ്ങളുടെ റൈഡിങ് സ്റ്റൈൽ കുറച്ച് അക്രമകാരിയാണെങ്കിൽ, ഇപ്പോൾ ഡുക്കാട്ടി എടുക്കുന്ന എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ഷോ ഓഫിനെക്കാട്ടി കുറച്ചും കൂടി അക്രമം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ വണ്ടി എടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേച്ചർ അങ്ങനെ. ഇത് ഒറ്റയടിക്ക് വന്നിരിക്കുമ്പോഴേക്കും ഇതിനൊരു റോനെസ് ഉണ്ട്. സ്മൂത്ത് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, സ്മൂത്ത് വൈബ്രേഷൻ ഉണ്ടെന്നല്ല പറയാം. വൈബ്രേഷൻ ഉണ്ട്, ഒരു 7000-6000 RPM വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ഇതിന് പ്രത്യേക ഒരു റോനെസ്സാണ്, ഒരു അഗ്രഷനാണ്. ഭയങ്കര എന്താ പറയുക, ഒരു അക്രമമാണ്. ഈ വണ്ടി ഇരുന്നാൽ തന്നെ നമുക്കിങ്ങനെ ശാന്തമായി പോകാൻ തോന്നുന്നില്ല, കൈ കൊടുത്തു പോകാനേ തോന്നുള്ളൂ.
അതാണ് ഡുക്കാട്ടി ഓണേഴ്സാണ് ഇതെടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം. അതാണ് തോന്നുന്നു ഓടിക്കുമ്പോൾ ആ ഫീലിംഗ് അല്ലായി, ആ ഫീൽ ഒരു അഡ്രിനാലിൻ റഷാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡുക്കാട്ടീസ് ഓടിക്കാൻ കേട്ടോ. എനിക്ക് എൻ്റെ ആദ്യത്തെ എൻ്റെ കേസൊക്കെ കിട്ടിയത് തന്നെ ഡുക്കാട്ടി ഓടിച്ചിട്ടാണ്. ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ടൈമിലൊക്കെ ഞാൻ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നതും ഡുക്കാട്ടി കാണണോ. ഇപ്പോൾ നമ്മൾ മാന്യമായിട്ട് ഇപ്പം എല്ലാം നമ്മൾ രജിസ്റ്ററാക്കി പോയി, റോഡിൽ ഒരു അക്രമവും ഇല്ല. എന്താണല്ലേ, അതുകൊണ്ട് ഇത് ഭയങ്കര റോനെസ്, ഭയങ്കര അഗ്രഷൻ ഫീൽ ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിൾ. എൻജോയ് ചെയ്തു, ആരായാലും എൻജോയ് ചെയ്തു, കുറ്റം പറയാൻ പറ്റില്ല. ഇതിൽ വെച്ച് അക്രമം കാണിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല മക്കളെ, അത്ര സീന സെറ്റപ്പ് വണ്ടിയാണ്ട. ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് റൈഡ് ആക്കാം. നമ്മുടെ ഡുക്കാട്ടി കൊച്ചിത്തെ ടെസ്റ്റ് ഡ്രൈവ് മോട്ടോർ സൈക്കിളാണ്, കണ്ടില്ലേ. പിന്നെ ഇതിനൊക്കെ ലോങ് സർവീസ് ഇൻ്റർവെൽ വരെ ഇതിൻ്റെ വാൽ ക്ലിയറൻസ് ഒക്കെ ചെയ്യേണ്ട ഏകദേശം 30,000 കിലോമീറ്ററിലാണ്. കണ്ടില്ലേ, അത്രയും കിലോമീറ്റർ ഇതുണ്ട്. പഴയ പോലെ ഡുക്കാട്ടീസ് മച്ച് മോർ റിലയബിൾ. പണ്ടൊക്കെ ഡുക്കാട്ടീസ് റിലയബിൾ അല്ല, ഇപ്പോൾ മച്ച് മോർ റിലയബിളായി. നല്ല സർവീസ് ഇപ്പോൾ കേരളത്തിൽ കിട്ടും. എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ, എന്തൂസിയസ് മോട്ടോർ സൈക്കിളാണ്. അല്ലാണ്ട് ജസ്റ്റ് ഷോ ആണെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനുള്ള വണ്ടിയല്ല. പ്രോപ്പർ നിങ്ങൾ റൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, എൻജോയ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഡീലാണ്. എങ്ങനെയുണ്ട് സാധനം. പിന്നെ ഈ എൻജിൻ കുറേ മോട്ടോർ സൈക്കിൾസിന് ഉണ്ട് കേട്ടോ. ഈ ഡെസേർട്ട് എക്സിന് മാത്രമല്ല ഈ എൻജിൻ കൊടുത്തേക്കുന്നത്. ഇത് ഹൈപ്പർ മോട്ടോ ഉണ്ട്, അതുപോലെ മോൺസ്റ്റർ ഉണ്ട്, മൾട്ടിസ്റ്റാർഡർ V2 വരെ ഈ സിമിലർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഗിയറിങ്സ് ചേഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് 5 ഗിയേഴ്സിലാണ് ഷോർട്ടർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് 2 ഗിയർ എസ്പെഷ്യലി ഭയങ്കര ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രെയിലൊക്കെ ഓടിക്കാൻ പോകണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് വേണ്ട. അപ്പോൾ ഫാസ്റ്റർ ആക്സലേഷനാണ് വേണ്ട, അവിടെ നമുക്ക് ടോപ്പ് സ്പീഡ് അല്ല വേണ്ട. അതുകൊണ്ട് ഈ സിറ്റിയിലാണെങ്കിൽ ഓടിക്കാൻ അക്രമം കേട്ടോ. ഇതേ കണ്ടില്ല, ഞാൻ 4th ഗിയറിലാണ് പോകുന്നത്. അവിടെ നിന്ന് കൈ കൊടുത്താണ്ട് ബ്രേക്കൊക്കെ പിടിച്ച് കൈ കൊടുത്ത് അവിടെ നിന്ന് കയറിപ്പോവും. എൻ്റെ 6th ഗിയർ ഓവർ ഡ്രൈവ് ഗിയറാണ്. 6th ഗിയർ ഫോർ ക്രൂസിംഗ് ആ കൊടുത്തേക്കുക. അത് അൺചേഞ്ച് മൾട്ടിസ്റ്റാർഡർ പോലത്തെ സിമിലർ ഗിയറിങ്ങാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, 4th ഗിയറിലിട്ടിട്ട് നമുക്ക് സിറ്റിയിൽ ഓടിക്കാം കേട്ടോ. കണ്ട അവിടെ നിന്ന് പവർ ഉണ്ട്, കണ്ട അവിടെ നിന്ന് കൊടുത്താൽ പവർ ഉണ്ട് വണ്ടിക്ക്. കാരണം ഇതെന്താ L2 ആണ്, ഒരു V2 ബേസിക്കലി 90 ഡിഗ്രി V2 ആണ്. അതിന് ലോ ഡൗൺ പവർ ഉണ്ട്. 36, 35 കൈ കൊടുത്താൽ കണ്ട ചെയിനടി ഒച്ചപ്പാടും ബഹളവും ഇല്ലാണ്ട് 4th ഗിയറിൽ പോകാം. 5th ഗിയറിലൊക്കെ ഇറ്റ്സ് ടു മച്ച്. 4th ഗിയറിലൊക്കെ നമുക്ക് സിറ്റിയിലിട്ട് ലേസി ആയിട്ട് ഓടിക്കാം. പക്ഷേ എന്നാലും ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ക്ലച്ചും പിടിക്കേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് തേർഡിലോട്ടാക്കാം. കണ്ട ഓൾമോസ്റ്റ് 5 RPM ഞാൻ ഒന്ന് കൈ കൊടുത്ത് 2000 ആ പുള്ളു വന്ന് കണ്ട. എന്താ നോക്കുക, ആ പവർ ഡെലിവറി നോക്കുക L2. ഇത്ര വീൽ ബേസുള്ള മോട്ടോർ സൈക്കിൾ എന്ത് ഫ്ലിക്കബിൾ ആണെന്ന് നോക്കുക. ആ വൈഡ് ഹാൻഡ് ബാസ് ആണെങ്കിൽ, ആ സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിൽ, ആ ടയേഴ്സ് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിന് ഹാൻഡ്ലിങ് കൊടുക്കുന്നത് കേട്ടോ. എൻജോയ് ചെയ്യാം, അക്രമം കാണിക്കുക. ഇൻ ദ സിറ്റി ആണെങ്കിൽ അക്രമം കാണിക്കുക. ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് ഒന്നും മനസ്സിലോട്ട് വന്നേനെ. ഇത് 223 kgs ഉണ്ട്, വെയിറ്റുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട അത് മസിൽ മെമ്മറിയാണ്. എങ്ങനെ കൗണ്ടർ സ്റ്റിയർ ചെയ്യാം, എവിടെ ഇൻപുട്ട് കൊടുക്കണമെന്ന് മനസ്സിലായി, എവിടെ ഗ്യാപ്പ് ഉണ്ട് അവിടെ കൊടുത്താൽ വണ്ടി റെഡിയാണ്. അപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡിലായിട്ട് കുറച്ച് അക്രമം കൂടുന്നുണ്ടോ എന്ന് ഡൗട്ട്. സെറ്റപ്പ് വണ്ടിയാണ്. നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ്, നമ്മൾ ഓൾറെഡി ഈ വണ്ടി ഓഫ് റോഡൊക്കെ കൊണ്ട് അക്രമം കാണിച്ച മോട്ടോർ സൈക്കിളാണ്. ഇത് 2020 ലോഞ്ച് ചെയ്ത്, എൻ്റെ ഓർമ്മ 2020 ലോഞ്ച് ചെയ്ത്. നമ്മൾ 21 ഈ വണ്ടിയുടെ കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത്, 22 ഷൂട്ട് ചെയ്താൽ പിന്നെ വീഡിയോ പ്രോപ്പർലി യൂട്യൂബിൽ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം എൻജോയ് ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല, വീഡിയോ ഒക്കെ പ്രോപ്പർലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തവണ നമ്മൾ ഡുക്കാട്ടി കൊച്ചി പോയിട്ട് വണ്ടി സ്പെഷ്യൽ എടുത്താൽ മഴ നമ്മൾ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുമ്പോഴാണ് ഈ മഴ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ കൊച്ചി മഴയില്ല. ഞാനൊരു വണ്ടി വീഡിയോ ചെയ്യാൻ വിചാരിച്ചാൽ കൊടും മഴയാണ്. ഈ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറയാം, അതൊക്കെ പോട്ടെ. മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറയും, ഇത് അക്രമ മോട്ടോർ സൈക്കിൾ. ഈ L2 ക്യാരക്ടർ എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആണ് കേട്ടോ. ആ റഫ്നെസ്, ആ അഗ്രഷൻ, ആ റോനെസ് ഭയങ്കര അഡിക്റ്റിംഗ് ആണ്. ആ L2 ഓടിച്ചവർക്കേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അത്രമാത്രം സ്മൂത്ത് ഇൻലൈൻ 4 പോലെയോ അല്ലെങ്കിൽ ഒരു പാരലൽ ട്വിൻ പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻലൈൻ ട്രിപ്പിൾ പോലെ സ്മൂത്ത് റിഫൈൻമെൻ്റ് അല്ല. ഇത് റോനെസ്, അഗ്രഷനാണ്. ആ ലോ ഡൗൺ ടോർക്ക്, മിഡ് റേഞ്ച് പവറാണ്. നമ്മൾ എവറി ഡേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഇത് ഓടിച്ച് സിറ്റിയിലാണെങ്കിൽ, ഹൈവേ ടൂർ ചെയ്യാനാണെങ്കിൽ, ട്രെയിൽ റൈഡ് ചെയ്യാനാണെങ്കിലും അക്രമ കേപ്പബിലിറ്റി ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ ദ ഡെസേർട്ട് എക്സ്. ഇത് ഓടിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണെന്ന് തോന്നുന്നില്ല. ഒരു ഡ്യുവൽ സ്പോർട്ട് പോലെ. ഇത് റോഡിൽ അക്രമം കാണിക്കാം, ഓഫ് റോഡിൽ അക്രമം കാണിക്കാം കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല രസം ഓടിച്ചാൽ. പില്ലിയൻ അത്രമാത്രം കംഫർട്ടൊന്നുമില്ല, പക്ഷേ റൈഡിന് അത്യാവശ്യമുള്ള കംഫർട്ടൊക്കെ. ഈ സീറ്റ് എടുത്ത് കുറച്ചുകൂടി ഇത് പാഡ് ചെയ്തതിന് അടിപൊളി കംഫർട്ടബിൾ ടൂറായിട്ട് ഉപയോഗിക്കാം. വീക്കെൻഡൊക്കെ പോയി ഓഫ് റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഡുക്കാട്ടി ഇതിന് ആവശ്യത്തിന് അധികമുള്ള ഇലക്ട്രോണിക്സാണ് കൊടുത്തത്. അത്രയും സേഫ്റ്റിയാണ്. ഇതിന് കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ അതൊക്കെ നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. ഒരു എൻഡ്യൂറോ മോഡ് വരെയും കൊടുത്തിട്ട് പവർ കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഡുക്കാട്ടി അത്ര ഇലക്ട്രോണിക്സാണ് കൊടുത്തത്. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആ GS13 BMW GS13 കണക്കാണ്ട് ബെറ്റർ ക്വിക്ക് ഷിഫ്റ്ററാണ് കൊടുത്തത്. അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ പഴം പോലെ ഷിഫ്റ്റ് ചെയ്തൊക്കെ ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, എഞ്ചിൻ ബ്രേക്ക് കൺട്രോൾ, എഞ്ചിൻ ബ്രേക്കിംഗ് വരെ ഫൈൻ ട്യൂൺ ചെയ്യുക, എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്.
അടിപൊളി സെറ്റപ്പ് എല്ലാം പ്രോപ്പർലി വർക്കിംഗ് കൂടിയ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന കേട്ടോ. ഫ്യൂൽ എക്കോണമി ഏകദേശം ഞാൻ ഓടിച്ചപ്പോൾ 12 to 13 കിട്ടിയിരിക്കുന്നത്. കാരണം സിറ്റി ട്രാഫിക്കിലാണ് അത്രയൊക്കെ കിട്ടുള്ളൂ. കുറച്ചുകൂടി അഗ്രസീവായി ഓടിച്ചാൽ 10, 12, 13 ആ റേഞ്ചിലൊക്കെ ഫ്യൂൽ എക്കോണമി എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ പ്രോപ്പർ ഹൈവേ ടൂറിംഗ് ആണെങ്കിൽ ഒരു 16-17 km/l ഒക്കെ കിട്ടാറുണ്ടെന്നാണ് ഓണേഴ്സൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഡുക്കാട്ടീസിൻ്റെ KTMസിൻ്റെ ഒക്കെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ മയത്ത് ശാന്തിയായിട്ടൊന്നും ഓടിക്കാൻ വണ്ടിക്ക് ഇഷ്ടമല്ല. കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ പ്യുവറായിട്ടുള്ള ആ ഫണ്ണ് കിട്ടുന്ന ഈ മോട്ടോർ സൈക്കിൾ നമ്മളോട് പറയും കൈ കൊടുക്കുക ആ സെറ്റപ്പ് പറയട്ടെ. ശരിക്കും അടിപൊളി ക്യാരക്ടറുള്ള മോട്ടോർ സൈക്കിൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്ത്. നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ കേരള റോഡിന് പറ്റിയ സസ്പെൻഷൻ, അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ്, നിങ്ങൾ ഓഫ് റോഡ് പോയാൽ അടി തട്ടിക്കാനൊക്കെ കുറച്ച് 250 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തതിന്. ഇതിൻ്റെ ബ്രേക്സ് റോഡ് റൈഡിങ്ങിലാണെങ്കിൽ ഈ ടയേഴ്സിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് പെർലി സ്കോർപിയൻ STR റാലി ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻ മൈ ഒപ്പീനിയൻ റോഡ് റൈഡിങ് വിത്ത് മൈൽഡ് ഓഫ് റോഡിങ് ഒക്കെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ടയേഴ്സ്. റോഡിൽ ചില ഓഫ് റോഡ് ഡുവൽ സ്പോട്ട് ടയേഴ്സ് ഒക്കെ ഓടിച്ചാൽ അത്രമാത്രം ബ്രേക്കിംഗ് കിട്ടില്ല, പെട്ടെന്ന് ABS ഇൻ്റർവെൻഷൻ വരും, മാത്രമല്ല ചെറിയ നോയ്സ് വൈബ്രേഷനൊക്കെ കിട്ടും. ഇതിൽ അങ്ങനത്തെ യാതൊരു സീനുമില്ല. അടിപൊളി കേപ്പബിൾ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സ്, നല്ല ഗ്രിപ്പ്, കോർണറിങ് ചെയ്യാൻ വരെ നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ടയർ. സാധാരണ ഈ 21 inch ടയേഴ്സൊക്കെ നമുക്ക് അത്ര ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് കിട്ടില്ല. എസ്പെഷ്യലി 21 inch ആകുമ്പോൾ, എസ്പെഷ്യലി ഡുവൽ സ്പോട്ട് ടയേഴ്സ് ആകുമ്പോൾ അത്രമാത്രം കോൺഫിഡൻസ് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് കൊള്ളാം. അതുകൊണ്ട് ഞാൻ പറയാം ഡുവൽ സ്പോട്ട് ക്യാരക്ടർ 50-50 റോഡിൽ അക്രമം കാണിക്കാം, ഓഫ് റോഡ് അക്രമം കാണിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ ഡുക്കാട്ടി ഡെസേർട്ട് X കേട്ടോ. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. ചിലവർക്ക് റിഫൈൻമെൻറ്റ് വേണം, ചിലവർക്ക് അത്രമാത്രം സ്മൂത്ത്നെസ് വേണം. അത്തരം ഓഡിയൻസിന് പറ്റിയൊരു മോട്ടോർ സൈക്കിളല്ല. പക്ഷേ അക്രമം കാണിക്കാൻ അവിടെയാണ് ഈ ഡുക്കാട്ടി. ഈ എഞ്ചിനായിട്ട് ഹൈപ്പർ മോട്ടോറിൽ മോൺസ്റ്റർ മൾട്ടിസ്റ്റാർഡ് V2 കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഇൻ്റർണൽ ഗിയർ റേഷ്യോസാണ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ആ ലോ ഡൗൺ ആക്സലേഷൻ വേണ്ടി ഈ സെറ്റപ്പൊക്കെ കൊടുത്തിരിക്കുക. ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ ഡൗൺ സൈഡ്സ് പറയുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിംഗ് L-twin ഡുക്കാട്ടി ഇറ്റാലിയൻ അറിയാലോ, ഹീറ്റിംഗ് ഉണ്ടാവും. അത് കുറച്ച് ഇപ്പോൾ കണ്ടേ കുറച്ച് വേർതിരിക്കുവാണ്ട് ഞാൻ ഈ വണ്ടി എടുത്ത് ഉച്ചക്ക് ഹെവി ട്രാഫിക് വൈറ്റില്ല കാലൂർ പാലാരോട്ട് എടപ്പള്ളി ഓടിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ച്. അങ്ങനെ ട്രാഫിക്കിൽ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റും. വിത്ത് ദാറ്റ് ക്വിക്ക് ഷിഫ്റ്റർ ആണെങ്കിൽ ആ ഹൈഡ്രോളിക് ക്ലച്ച് കുറച്ചുകൂടി ലൈറ്റർ സൈഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി മാനേജബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇസ് ഇറ്റ് എ സിറ്റി മോട്ടോർ സൈക്കിൾ? നോ. നിങ്ങൾക്ക് ഹൈവേ ടൂറിംഗ് ആണെങ്കിൽ, ട്രെയിൽ സിറ്റി ആണെങ്കിൽ, അൺനോൺ ലൊക്കേഷനിലൊക്കെ ധൈര്യത്തോടെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഹീറ്റിംഗ് ഉണ്ട്, പില്ലിയൻ അത്രമാത്രം കംഫർട്ടില്ല. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളൊരു കുറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇതിൻ്റെ എക്സ്ഷോറൂം തന്നെ 18.4 lakhs ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലുക്സ് ഒക്കെ ആ റെട്രോ ഡാക്കാർ ഇൻസ്പയർഡ് ലുക്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഇടയ്ക്ക് ഞാൻ ഈ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് എന്ത് രസമാണ് ഈ വണ്ടി നോക്കിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നോക്കി ഒരു ബിഗ് മസ്കുലർ മോട്ടോർ സൈക്കിൾ, ഒരു 90s ടൈം മെഷീൻ പിടിച്ച് കൊണ്ടുവന്നൊരു വണ്ടി പോലെ വിത്ത് ഓൾ ദ ഫ്യൂച്ചർ ഇലക്ട്രോണിക്സ് അല്ലേ. സെറ്റപ്പ് ശരിക്കും ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ടെസ്റ്റ്. നമ്മൾ കൊച്ചിയിലിരിക്കുന്നുണ്ട്, പോയി ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്ക്. ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയാൽ യു വിൽ ലവ് ഇറ്റ്. ഡെഫിനറ്റ് ഇത് ഇങ്ങനത്തെ മോട്ടോർസ്, ഡുക്കാട്ടി മോട്ടോർ സൈക്കിൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ഓടിച്ച് നോക്കേണ്ട മോട്ടോർസ്. ആ ക്യാരക്ടർ എന്താണ്, L-twin എന്താ, V-twin 90 V-twin ഫീലിംഗ് എന്താ. ബിക്കോസ് നമ്മൾ നോർമലി നമ്മൾ യൂസ് ടു അല്ല ഒരു V-twin. നമ്മുടെ ഇന്ത്യൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി V-twins ആണെങ്കിൽ ആ V-twin ലെഗസീസ്, ആ V-twin കൾച്ചറിനോട് യൂസ് ടു അല്ല. ഈ L-twin ഓടിച്ച് കഴിഞ്ഞാൽ ഒരു സിമിലർ ഫീലിംഗ് കിട്ടും കേട്ടോ. നല്ല രസം ഓടിച്ചാൽ ലോ ഡൗൺ മിഡ് റേഞ്ച് പവർ എന്ന് പറഞ്ഞാൽ എവറി ഡേ യൂസ്ഫുൾ പവറാണ്. അത് ഓടിച്ചാൽ ഭയങ്കര അഡിക്റ്റിങ്. അതെന്താ പ്രൈസ്, കുറച്ചും കൂടി പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടുമായിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഡെസേർട്ട് X എടുത്താലോ. ഇറ്റ് ലുക്സ് സോ ഗുഡ്, റൈഡ് സോ മച്ച് ബെറ്റർ. അതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കുറേ കഥ പറയും. ഇതിൻ്റെ ഇലക്ട്രോണിക്സും സാധനം മറ്റേ ഡെസ്മോനെ കുറിച്ചൊക്കെ കഥ പറയും. കുറേ ടെക്നിക് കാര്യങ്ങളൊക്കെ കുറേ പറയാണ്ട് ഈ മോട്ടോർ സൈക്കിളിനെ കുറിച്ച്. അതിനുള്ള ടൈമില്ല. പിന്നെ ഇത് മഴയും വരാൻ പോകുന്നത്, അതിനുള്ള ടൈമില്ല. സോ അത് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. എന്നെ ഒന്ന് ഓർമ്മിക്കുക, കമൻസിലൊക്കെ ഏതെങ്കിലും വീഡിയോ ഓർമ്മിച്ചാൽ നമ്മൾ ചെയ്യുന്നതായിക്കോട്ടോ. So which motorcycle should we review next? Do let me know in the comment section down below. And ഈ മോട്ടോർ സൈക്കിളെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് down below. And thank you for watching. അടുത്ത വീഡിയോ കാണാം.